ഞാൻ ഇതിനകത്ത് റാഷിദ് ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടി, അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മളൊരു പ്രധാനപ്പെട്ട ഈ ആരോപണങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളണമോ എന്ന് ചോദിച്ചു. ഈ പല പ്രധാനപ്പെട്ട കഥകളും പുറത്തു വരുന്നത് അവരുടെ ഉള്ളിൽ വരുന്ന പല അന്തഛിദ്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇവർ ഒന്നിച്ച് ചെയ്ത പല കാര്യങ്ങളും പിന്നീടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും, അതിൽ നിന്നുണ്ടായ പ്രൊവോക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്താണ്? ഒരാൾ ഡയറക്ടറായ സ്വന്തം കമ്പനി, ആ കമ്പനി മുഖേന റിവേഴ്സ് ഹവാല നടന്നു വന്നു. ആ കമ്പനി മുഖേന കേരളത്തിലെ മന്ത്രിമാർക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് ആ കമ്പനിയുടെ ഡയറക്ടറായിരുന്ന ഒരു വ്യക്തി പറയുന്നത്. അതിന്മേൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അല്ലെങ്കിൽ അതെന്ത് അശ്ലീലമാണുള്ളത്? എന്ത് അസംബന്ധമാണുള്ളത്? എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിനകത്തുള്ളത്? ഒരാൾ സ്വയം വന്ന് പറയുകയാണ്, നമ്മൾ ആരും നിർബന്ധിച്ച് പറയുന്നതല്ല. അതും അയാൾ ഒരു സഖാവായിരുന്നു, അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സഖാവായിരുന്നു. ആ സഖാവ് മറ്റൊരു സഖാവിനെതിരെയാണ് പരാതി പറയുന്നത്. അപ്പോൾ അതിന്മേൽ അന്വേഷണം വേണം. ആ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇത് അസംബന്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ കത്ത് ചോർന്നത് എൻ്റെ കയ്യിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സാമ്പത്തിക കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ മാധവ് പൊതുവാളിൻ്റെ അടുത്ത് ശ്രീ എം വി ഗോവിന്ദൻ പോയ കാര്യങ്ങൾ പുറത്തു വന്നു. എങ്ങനെയാണ് പുറത്തു വന്നത്? CPM സംസ്ഥാന സമിതിയുടെ ഉള്ളിൽ ഞാനോ റാഷിദോ ശ്രീ NV ബാലകൃഷ്ണനോ ഉൾപ്പെടെയുള്ള ആളുകൾ ഇല്ലല്ലോ. ആ CPM സംസ്ഥാന സമിതിയുടെ ഉള്ളിൽ ഒരു സംസ്ഥാന സമിതി അംഗം ഇത് ചോദ്യം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഇപ്പോൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോലാണോ പണി എന്ന് ചോദിച്ചു. ആ CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പുറത്ത് മാധ്യമങ്ങൾക്ക് അത് കൊടുത്തു. കാരണം എന്താ? ശ്രീ MV ഗോവിന്ദനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് പുറത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് എന്ന MV ഗോവിന്ദൻ പറയണ്ടേ? ഞാൻ അങ്ങനെ ഒരു ചോദ്യം ആ സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പോയത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കാണാനാണ് പോയത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചില അന്തഛിദ്രങ്ങളാണ് പല കള്ളക്കളികളും പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ മാധവ പൊതുവാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ ശ്രീ NV ബാലകൃഷ്ണൻ ഇവിടെ തൊടിയിപ്പിച്ചങ്ങ് പോയത്, അതിന്മേലൊക്കെ അന്വേഷണം വേണം റാഷിദേ. കാരണം എന്താണെന്ന് അറിയോ? ഈ മാധവ പൊതുവാളുടെ മകനും ഈ ശ്യാംജിത്തും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് ശ്രീ MV ഗോവിന്ദൻ അന്ന് അവിടെ പോയത്? ഏത് ബിസിനസ് ഡീലിന്റെ തർക്കം പരിഹരിക്കാനാണ് പോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവിടെ അന്വേഷണം വേണ്ടി വരും റാഷിദേ. ഇതൊക്കെ അങ്ങനെ എല്ലാം കൂടിപ്പിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. കാരണം CPM നേതാക്കന്മാരുടെ മക്കൾ മുഴുവൻ എങ്ങനെയും തീവട്ടിക്കൊള്ള നടത്തി പണം ഉണ്ടാക്കുന്നതിനുള്ള വ്യഗ്രതയിലാണ്. അത് മുഖ്യമന്ത്രിയുടെ മക്കൾ തൊട്ട് താഴേട്ട് ശ്രീ MV ഗോവിന്ദന്റെ മക്കൾ തൊട്ട് എല്ലാവരും, ഇതിനു മുമ്പുണ്ടായിരുന്ന മക്കളും ഒക്കെ തന്നെ. ചന്ദൻ ബസുവിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോയല്ലോ. ആ ബിസ്ക്കറ്റ് കമ്പനി, ബിസ്ക്കറ്റ് സ്കാമും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്കാമും ഹൗസിംഗ് കോർപ്പറേറ്റ് സ്കാമും ഇതൊന്നും ആരും ഇന്ത്യൻ പൊതുസമൂഹം മറന്നിട്ടൊന്നുമില്ല. ചന്ദൻ ബസുവിന്റെ പൂർവ്വകാല ചെയ്തികൾ, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മകൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, അതുമായി നിലവിലുള്ള കേസുകൾ, മാസം 18 ലക്ഷം രൂപ എന്തിനാണ് അക്കൗണ്ടിൽ വന്നതെന്ന് ചോദിച്ചിട്ട് ഇതേവരെ ഈ PVക്ക് മറുപടി പറയാണ്ടായിട്ടില്ല. ആ PV ഞാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീ MV ഗോവിന്ദന്റെ മകനും അതാ പറയുന്നത് നല്ലത്. ആ ശ്യാംജിത്ത് ഞാനല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇതിനകത്ത് വളരെ കൃത്യമാണ്. ഒരാൾ അയാളുടെ പൂർവ്വകാലത്ത് അയാളുടെ കമ്പനിയിലുണ്ടായ ഒരു ഫിനാൻഷ്യൽ അലിഗേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുണ്ടായ ഒരു ഫ്രോഡ്, ആ ഫ്രോഡ് അയാൾ ഇന്ന് തുറന്നു പറയുന്നു. അതിന്മേൽ അന്വേഷണം വേണം. ആ അന്വേഷണം വേണം എന്ന് പറയുമ്പോഴാണ് പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തി വരുന്നത്. ആ അന്വേഷണം വേണമെന്ന് പറയുമ്പോഴാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തിന് ശക്തി വരുന്നത്. ഇല്ലെങ്കിൽ ശ്രീ MB രാജേഷ് പറയണ്ടേ ഈ 13 ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ല എന്ന് MB രാജേഷ് ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ ഏതോ മാനനഷ്ട കേസിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. തോമസ് ഐസക്ക് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. സ്വപ്ന സുരേഷിനെതിരെ തോമസ് ഐസക്ക് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായി ആ മാനനഷ്ട കേസ്? എവിടെ പോയി ആ മാനനഷ്ട കേസ്? ഇപ്പൊ ആ മാനനഷ്ട കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. വളരെ മോശമായ ഒരു അലിഗേഷൻ അല്ലേ ശ്രീ തോമസ് ഐസക്കിനെതിരെ അന്നുണ്ടായത്. ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് അദ്ദേഹം 2ാം ദിവസം പറഞ്ഞു. ആ മാനനഷ്ട കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? അദ്ദേഹം കൊടുത്തു ആ മാനനഷ്ട കേസ്. അപ്പൊ ഇതൊക്കെ CPMന്റെ ഉള്ളിലുണ്ടാകുന്ന അന്തഛിദ്രങ്ങളുടെ ഫലമായിട്ട് പുറത്തു തന്നെയാണ്. അങ്ങനെയാണ് ശ്രീ EP ജയരാജന്റെ റിസോർട്ട് കേസ് പുറത്തു വന്നത്. അങ്ങനെയാണ് ശ്രീ P ജയരാജനെതിരായിട്ടുള്ള അന്തഛിദ്രമാണ് ഇപ്പൊ ഈ പുറത്തു വന്ന് അത് CPMന് കൂടി മറുപടി പറയേണ്ട ചില വിഷയങ്ങളായി വന്നു നിൽക്കുന്നത് എന്നാണല്ലോ അബിൻ വർക്കി കാണുന്നത്. നമ്മൾ അവിടെ നിങ്ങൾ CPMനുള്ളിലുള്ള അന്തഛിദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വശത്ത് വിലയിരുത്തപ്പെടുകയും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. CPMനകത്തെ കണ്ണൂർ ലോബി MV ഗോവിന്ദനോട് വിരോധമുള്ളവർ MV ഗോവിന്ദന് പണി കൊടുക്കുകയാണെന്ന്. അതാണോ അബിൻ വർക്കി ഉദ്ദേശിക്കുന്നത്?
അല്ല, ഞാൻ പറഞ്ഞത് CPM-നുള്ള ഉള്ളിലെ അന്തഛിദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ശ്രീ റാഷിദെ, മാധവ പൊതുവാളിനെ കാണാൻ പോയ വിവരം സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്ത് ആ വാർത്ത വന്നത് ഞാനോ റാഷിദോ സംസ്ഥാന സമിതിയിൽ ഇരുന്നിട്ടാണോ? അല്ലല്ലോ. CPM-നുള്ളിലെ അന്തഛിദ്രം കാരണം ആ സംസ്ഥാന സമിതിയിൽ ഇരുന്ന ഒരാൾ പുറത്തു പറഞ്ഞു മാധവ പൊതുവാളിനെ കാണാൻ MV ഗോവിന്ദൻ പോയി എന്ന് പറഞ്ഞു. MV ഗോവിന്ദൻ മറുപടി പറഞ്ഞത് ഞാനൊരു സ്വകാര്യ സന്ദർശനത്തിൽ പോയി എന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ വാർത്ത പുറത്തു വന്നത്? ഇങ്ങനെ തന്നെയാണ് പല വാർത്തകളും പുറത്തു വന്നത്. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫ്രോഡ്നെസ് മുഴുവൻ പുറത്തു വന്നത് ഇങ്ങനെയുള്ള അന്തഛിദ്രങ്ങൾ നിമിത്തം തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ മറുപടി പറയണ്ടേ? വേണം. അത് പരാതി ഉന്നയിക്കുന്നത് ആര്, അയാളുടെ ക്യാരക്ടർ എന്ത്, അയാളുടെ പശ്ചാത്തലം എന്ത് എന്നതുകൊണ്ട് അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞാൻ വളരെ വേഗത്തിൽ ഒരു ഇടവേള എടുക്കുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ തിരികെ എത്താം. കാര്യമുള്ളൂ ശ്രീ റാഷിദ്, ഈ ആരോപണങ്ങളൊക്കെ, അതായത് റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ വന്ന് ഇയാൾ പരാതി കൊടുത്തത് ആദായ നികുതി വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും പരിഗണനയിലുള്ള അന്വേഷണ വിധേയമായ വിഷയമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിലെ ഈ അന്വേഷണ സംഘം ഈ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രം ഇത്ര മൗനം അവലംബിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള വിഷയത്തിൽ യാതൊരു വിധത്തിലെ ചോദ്യം ചെയ്യലുമില്ല. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല, മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നില്ല. ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അതിനകത്ത് യാതൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല. ഈ വിഷയത്തിൽ ഈ റിവേഴ്സ് ഹവാല വിഷയത്തിൽ EDയും ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതേവരെ ഒരു മന്ത്രിമാരെ, ഈ MP രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ചോദ്യം ചെയ്തതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലുണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിനകത്തൊക്കെയുള്ളൊരു മൗനം, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മൗനം പോലെ തന്നെ പ്രസക്തമാണ് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൗനം. കാരണം ഇപ്പൊ നിങ്ങൾ വോട്ടർ പട്ടിക ക്രമക്കേട് ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി വാ തുറന്നോ ഫേസ്ബുക്കിലൂടെയോ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അദ്ദേഹം നരേന്ദ്രമോദി, അമിത്ഷായോ ഇലക്ഷൻ കമ്മീഷനോ കുറ്റാരോപിതരായിക്കൊണ്ട് റാഷിദെ, ഇതിനകത്ത് ഈ CPM-ന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം, ഈ ഭരണം സഖാക്കന്മാരുടെ ഇടയിൽ ഉണ്ടാക്കിയ പണത്തിന്റെ വളർച്ച എത്രമാത്രമാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ മേൽത്തട്ടൊന്നും നോക്കണ്ട. നിങ്ങൾ താഴെത്തട്ടുള്ള CPM-ന്റെ ലോക്കൽ സെക്രട്ടറി തൊട്ട് മുകളിലോട്ടുള്ളവരുടെ ഒരവസ്ഥ എടുത്താൽ മതി. 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഇവരുടെ അവസ്ഥ, ഇന്ന് എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചാൽ മതി. എന്നെ കാണുന്ന പ്രേക്ഷകർ പരിശോധിച്ചാൽ മതി. കാരണം CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ കിട്ടാവുന്ന കച്ചവടം മുഴുവൻ, അത് മണ്ണായിക്കോട്ടെ, കല്ലായിക്കൊള്ളട്ടെ, വെട്ടുകല്ലായിക്കോട്ടെ, ഏതായിക്കോട്ടെ, നാട്ടിൽ ഏത് കച്ചവടം തുടങ്ങിയാലും അതിനകത്ത് ഷെയർ കൊടുക്കുക എന്നുള്ളതാണ് ലോക്കൽ സെക്രട്ടറിമാർ തൊട്ട് മൂളിയിട്ടുള്ള ആളുകളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ. അവരൊക്കെ 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയ സാമ്പത്തിക അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ പരിശോധിച്ചാൽ മതി. ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നില്ല. മുകളിലായിട്ട് പോകുന്തോറും ബിസിനസിന്റെ വ്യാപ്തി കൂടും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നൊക്കെ പറയുമ്പോൾ അന്തർദേശീയ ബിസിനസ്സുകളായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ ശ്രീ MV ഗോവിന്ദൻ ഇവിടെ ആരോപണം ഇതേവരെ തൊടാത്ത ആളാണെന്നൊക്കെ ശ്രീ ഹസ്കർ പറഞ്ഞാൽ എന്തിനാണ് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഒരു സംശയം വേണ്ട, അവിടെ ഉയർന്ന ആരോപണം, കേട്ടുകേൾവിയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഇതേ MV ഗോവിന്ദന്റെ മകനായ ശ്യാംജിത്ത് ആന്തൂർ സാജന്റെ ഓഡിറ്റോറിയത്തിൽ ഷെയർ ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് വരെ പോയ നീണ്ട സംഭവവികാസങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ അന്വേഷിച്ചാൽ തന്നെ ഇദ്ദേഹത്തിന്റെ കച്ചവട ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിപ്പോ ശ്രീ MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ചില ബിനാമികളെ ഉപയോഗിച്ച് നടത്തുന്ന കരാർ ജോലികളായിക്കൊള്ളട്ടെ, ഇങ്ങനെ അദ്ദേഹത്തിന്റെ കച്ചവട ബന്ധങ്ങളൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തിപരമായി ഇവർ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ യാതൊരു കൺസേണും ഇല്ല. അത് ശ്രീ ഷർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിൽ അത് നിയമപരമായിട്ടോ അല്ലാതെയൊക്കെ അവർ തീർക്കേണ്ട വിഷയങ്ങളാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഷർഷാദ് ആവർത്തിച്ച് പറയുന്നു, കിങ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനം മുഖേന റിവേഴ്സ് ഹവാല ഇവിടെ നടന്നിട്ടുണ്ട്. ആ റിവേഴ്സ് ഹവാല നടന്നതിൽ ആ പണം ഇവിടെ വന്ന് ആ പണം കൃത്യമായി CPM-ന്റെ നേതാക്കന്മാരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം കിങ് സെക്യൂരിറ്റീസിന്റെ ഒരു ഡയറക്ടറായിരുന്നു ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇത് പോയ വഴി തനിക്ക് അറിയാമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രശ്നം ഇതാണ്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനെ വിറ്റുതൊലച്ചുകൊണ്ട് റിവേഴ്സ് ഹവാല നടത്തിയ CPM നേതാക്കന്മാർ ആരാണ്, അതിലാണ് അന്വേഷണം വേണ്ടത്. ഷർഷാദ് തന്നെ പറയുന്നത് അദ്ദേഹം ആദായ നികുതി വകുപ്പിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേലുള്ള നിയമ നടപടികളും അന്വേഷണവും മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ഒരു കോടതിയിൽ കേസുള്ള കാര്യവും പറയുന്നുണ്ട്. DGPക്ക് പരാതി കൊടുത്ത കാര്യവും പറയുന്നുണ്ട്. ഞങ്ങളുടെ സിംഗിൾ കൺസേൺ എന്ന് പറഞ്ഞാൽ അതാണ്, ഇതിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണം. കിങ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായ സ്ഥാപനത്തിൽ നിന്ന് ആരോപണ വിധേയരായ MP രാജേഷ് അടക്കമുള്ളവർ പണം മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കണം.
അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ രാജേഷ് കൃഷ്ണയുടെയും ഷർഷാദിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നമല്ല ഞങ്ങളുടെ പ്രശ്നം. പിന്നെ ഇവിടെ ഇത് കത്ത് ചോർച്ചയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കത്ത് ചോർച്ചയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതൊക്കെ ഇവരുടെ ഉള്ളിലെ കോർപ്പറേറ്റ് കാര്യങ്ങളാണ്. അതിപ്പോ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു UK കാരനും ചെന്നൈയിലുള്ള ഒരു സഖാവായ ഷർഷാദും തമ്മിലുണ്ടായ ഒരു കച്ചവട ബന്ധം, ആ കച്ചവട ബന്ധത്തിലേക്ക് MV ഗോവിന്ദന്റെ മകനായ മറ്റൊരു വ്യവസായി ശ്യാംജിത്ത് കടന്നു വരുന്നു. ഇവരൊക്കെ തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളുടെ കോർപ്പറേറ്റ് കാര്യങ്ങൾ മാത്രമാണ് ഈ കത്ത് ചോർച്ച. എന്നിരുന്നാൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, കത്ത് ചോർന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പ്രൈമറി എവിഡൻസ് ആയി വന്നിട്ടുണ്ട്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഇത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതിയാണെന്നും ഈ പരാതിയിന്മേലാണ് തന്നെ CPMന്റെ സമ്മേളന പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതെന്നും അതുകൊണ്ട് ഡിഫമേഷൻ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കത്ത് ചോർന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഇന്ന് അതൊരു പ്രൈമറി എവിഡൻസ് ആയി ഒരു കോടതിയുടെ മുറിയിൽ നിൽക്കുകയാണ്. അപ്പൊ CPM മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? പോളിറ്റ് ബ്യൂറോയ്ക്ക് ഇങ്ങനെ ഒരു പരാതിയെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന CPM എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നടപടിയെടുക്കാതെ ഈ ഷർഷാദിനെതിരെ മാത്രം നടപടിയെടുക്കുന്നത്? രാജേഷ് കൃഷ്ണയല്ലേ ഈ കത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ട് പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊടുത്ത പരാതിയാണെന്ന് പറയുന്നത്. അപ്പൊ രാജേഷ് കൃഷ്ണയെ സംരക്ഷിക്കാൻ CPM ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ രാജേഷ് കൃഷ്ണയുടെ റോൾ എന്താണ്? ഇയാൾക്ക് പ്രവാസി ചിട്ടി ഫണ്ടുമായിട്ട് എന്താണ് ബന്ധം? ഇയാൾക്ക് മസാല ബോണ്ടുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നില്ലേ, മസാല ബോണ്ടിൽ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ മന്ത്രിസഭാ പ്രതിനിധികൾ UK-യിൽ ചെന്നപ്പോ, ലണ്ടനിൽ ചെന്നപ്പോ പിണറായി വിജയന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ഇതേ രാജേഷ് കൃഷ്ണയാണ്. ഇപ്പൊ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് എന്താണ് പിണറായി വിജയനും ഈ CPM നേതാക്കന്മാരുമായിട്ടുള്ള രാജേഷ് കൃഷ്ണ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടിയുടെ ലണ്ടൻ ഘടകത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ ലണ്ടനിലേക്ക് പിണറായി വിജയൻ വരുമ്പോൾ അദ്ദേഹം ഒപ്പം നടക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇതങ്ങ് അംഗീകരിച്ച് ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് എന്താണ് കച്ചവട ബന്ധമെന്ന് മാത്രം പറഞ്ഞാൽ മതി.